ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ കാണാൻ പോകുന്നത് റെക്കോർഡ് ഓഫ് റാഗ്നറോക്ക് എന്ന് പറഞ്ഞ ജാപ്പനീസ് നെറ്റ്ഫ്ലിക്സ് ആനിമി TV സീരീസിൻ്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഇത് ഇന്ത്യയിൽ നിലവിൽ ബാൻ ചെയ്തൊരു ആനിമി സീരീസാണ്. അപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എൻ്റെ സെർവർ ഇന്ത്യയാണ്. അവരെല്ലാം പിടിച്ച് ബാനൊക്കെ അല്ലെങ്കിൽ വല്ല സ്ട്രൈക്ക് കിട്ടുമോ എന്ന കുറച്ച് ഡൗട്ടുണ്ട്. പിന്നെ നമ്മുടെ അത് ചാനലിൽ ആദ്യത്തെ വീഡിയോയും കൂടിയാണ്. ആദ്യത്തെ വീഡിയോ ആയാലും തന്നെ അധികം ലൈക്കോ സബ്സ്ക്രൈബോ ഷെയറോ കമൻറ്റ്സോ ഒന്നും കിട്ടില്ലെന്ന് 100% ഉറപ്പുകൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ഫസ്റ്റത്തെ വീഡിയോ തന്നെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും എപ്പിസോഡ് 1 ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൂടെ സമർപ്പിക്കുന്നത്. ഇത് ഞാൻ മൊബൈൽ ഫോണിലാണ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് ലാപ്ടോപ്പില്ല. ഞാനത് മൊബൈൽ ഫോണിലാണ് എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്ലോഡ് വരെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള തുടർച്ചയായ എപ്പിസോഡ്സ് വേണമെങ്കിൽ എനിക്ക് അത്യാവശ്യം മോട്ടിവേഷൻ തരാനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. മോട്ടിവേഷനെങ്കിൽ കമൻറ്റ്സ് വേണം. സോ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയിട്ടാണ് തുടങ്ങുന്നത്. 7 മില്യൺ വർഷങ്ങളിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടിയത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരെ ഇനി ജീവിക്കാനായിട്ട് അനുവദിക്കരുത്, ഇതാണ് മനുഷ്യൻ്റെ അവസാനം എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് വെച്ചാണ് നമ്മുടെ എപ്പിസോഡ് 1 സ്റ്റാർട്ടാവുന്നത്. ആ സമയം ഇവിടെ എത്തി ബ്രൂൺഹില്ലെ. അപ്പോൾ ഇതാരാന്ന് വെച്ചാൽ ഇതാണ് ഗോൾ. ഇപ്പോൾ പറഞ്ഞ ആ പിങ്ക് കളർ മുടിയുള്ളതാണ് ഗോൾ. പിന്നെ സൈഡിൽ നിൽക്കണ ഇച്ചിരി പൊക്കം കൂടിയതാണ് ബ്രൂൺഹിൽഡ്. നമുക്ക് ബ്രൂൺ എന്ന് വിളിക്കാം. ഇവരും രണ്ടുപേരും വാൽക്രിയിലെ സിസ്റ്റേഴ്സാണ്. ഇനി അടുത്ത സീനിലേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു വാൽഹാല കൗൺസിലിംഗ് ഹാളാണ് കാണിക്കുന്നത്. ഇവിടെ കുറേ ഗോഡ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയുന്നു, നമ്മുടെ ശിവൻ വരെ അവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഒത്ത നടുക്കായിട്ട് ഒരാളുണ്ട്. അയാളുടെ സൈഡിൽ നിൽക്കുന്ന ആളാണ് ഹെർംസിൻ്റെ നടുക്കിരിക്കുന്ന അയാളാണ് സ്യൂസ് ആണ് ഗോഡ്സിൻ്റെയൊക്കെ ഫാദർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോഡ്സിൻ്റെയൊക്കെ ഗോഡ്സ് എന്ന് പറയുന്നത്. ഇവരെന്നാലും ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അയാളുടെ കാല് കണ്ടാൽ മനസ്സിലാവും അത് ബ്രൂണാണെന്ന്. ബ്രൂൺ പയ്യെ അവിടേക്ക് നടന്നു വരുന്നുണ്ട്. അടുത്തൊരു 1000 വർഷത്തേക്ക് മനുഷ്യരെ ഇനി ജീവിക്കാനായിട്ട് വിടണ്ട. ഈ വർഷങ്ങളൊക്കെ മനുഷ്യർ കാട്ടിക്കൂട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതന്നെ ഭേദം. മനുഷ്യരെ ജീവിക്കാൻ വിടണമെങ്കിൽ O സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ X സെലക്ട് ചെയ്യുക. ഏകദേശം നമ്മുടെ സ്ക്വിഡ് ഗെയിമൊക്കെ പോലെ തന്നെ. കളി നിർത്തണമെങ്കിൽ X, കളി തുടങ്ങണമെങ്കിൽ O. അങ്ങനെ തന്നെയാണ് ഇതും. സോ അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഗോളും ബ്രൂണും അങ്ങോട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഇവർ ഹാഫ് ബ്രീഡ് ഗോളും ഹാഫ് ബ്രീഡ് ഹ്യൂമനുമാണ്. ഈ ഒരു വാൽക്രിയിലെ സിസ്റ്റേഴ്സും കൂടിയാണ്. ഇത്രയും നാൾ ഭൂമിയിൽ മനുഷ്യർ കാട്ടിക്കൂട്ടി. ഇപ്പോൾ കടലുകളൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു. ഇതൊക്കെ കൂട്ടി വെച്ച് മനുഷ്യരിനെ ജീവിക്കാനായിട്ട് വിടണ്ട എന്ന് പറഞ്ഞ് പകുതി മുക്കാൽ ദൈവങ്ങളും അല്ലെങ്കിൽ മിക്ക ദൈവങ്ങളും X ഞെക്കുന്നു. അപ്പോൾ നിയമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യരെ ഇനി അടുത്ത 1000 വർഷത്തേക്ക് ജീവിക്കാൻ വിടണ്ട എന്ന് പറഞ്ഞ് ആ ചങ്ങായി സ്യൂസ് ആണെങ്കിൽ അവിടെ കോടതിയിൽ ചുറ്റിക്കടിക്കുന്നടിക്കുന്നു. എക്സ്ട്രാ ടൈമിൽ നമ്മുടെ ബ്രൂൺ വന്നിട്ട് വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. സോ ആ അടി അവിടെ ക്യാൻസലാവുന്നു. അതടിച്ചായിരുന്നെങ്കിൽ നിയമം പാലിക്കേണ്ടി വന്നു തന്നെ. സോ ആ അടി അവിടെ ക്യാൻസലാവുന്നു. ഇതാണ് ബ്രൂൺഹിൽഡ്, ദ വാൽക്രിയിൽ സിസ്റ്റേഴ്സിലെ ഫസ്റ്റ് സിസ്റ്റർ. അപ്പോൾ അവിടെ നിന്നൊരു കാക്ക പറയുന്നത്, യു സ്റ്റുപ്പിഡ്, നീ ഒരു ഹാഫ് ബ്രീഡ് ഗോഡാണ്. ഈ നിയമം പാലിക്കണേക്കാൾ മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഒരു മാച്ച് നടത്താം. 13 പവർഫുള്ളായിട്ടുള്ള ഗോഡ് ആൻഡ് ഹ്യൂമൻ തമ്മിലുള്ള 1 vs 1 നമുക്ക് നോക്കാം. സോ എളുപ്പമാണ്. 1 vs 1 മാച്ചാണ്. പവർഫുള്ളായിട്ടുള്ളവർ മാത്രമാണ് ഇതിലേക്ക് എടുക്കുന്നുള്ളൂ എന്നൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമുക്ക് കേൾക്കാം. ഒരാൾ തോറ്റാലാണ് യുദ്ധം കഴിയുള്ളൂ. ഈ ഒരു നിയമം എല്ലാവർക്കും അങ്ങ് ബോധിക്കുന്നുണ്ട്. ഈ ഒരു നിയമം കേട്ട നമ്മുടെ സ്യൂസ് ആണെങ്കിൽ അതിന് ഓക്കെ പറയുന്നുണ്ട്, അതും ഒരു ചിരിയോടെ. എന്നിട്ട് ആ നിയമം അവിടെ ഉറപ്പിക്കുന്നു. ആ കോടാലി വെച്ചാണെങ്കിൽ അവിടെ അടിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് അടിക്കുന്നു. ആ നിയമം അവിടെ ഉറപ്പാക്കുന്നു. അങ്ങനെ ഒരു നിയമം വന്നപ്പോഴേക്കും എല്ലാ ഗോഡ്സിനും സന്തോഷമായി, കാരണം ഒരു ഫൈറ്റ് ഉണ്ടല്ലോ അതടിക്കാനായിട്ട്. ബ്രൂൺഹിൽഡെ, നീ കൊണ്ടല്ലോ ഹാഫ് ഹ്യൂമനും ഹാഫ് ഗോഡുമായിട്ടുള്ള ഹ്യൂമൻസിനെ. അത്രയും പവർഫുള്ളായിട്ട് വന്നാലാണ് നമ്മുടെ ഗോഡ്സിനെയൊക്കെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഞങ്ങളത്ര പവർഫുള്ളല്ലേ, എന്ത് ചെയ്യാനാ? അപ്പോൾ നമ്മുടെ ബ്രൂൺ പറയുന്നുണ്ട്, 13 മോസ്റ്റ് പവർഫുള്ളായിട്ടുള്ള ഹ്യൂമൻസിനെ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഗോളും ബ്രൂണും അവിടെ നിന്ന് പോകുന്നു.
അടുത്ത സീനിൽ നോക്കുവാണെങ്കിൽ മാച്ച് തുടങ്ങുന്ന ഗ്രൗണ്ടാണ് കാണിക്കുന്നത്. ഗ്രൗണ്ട് കേരള റെഡ് ബുൾ കുടിച്ചിട്ടാണ് വന്നേക്കണേ. സോ ഗ്രൗണ്ടിൽ കാണിക്കുകയാണ്. ഗ്രൗണ്ടിൻ്റെ പേരാണ് വാൽഹാല അരേന. ഈ അരേനയിലാണെങ്കിൽ ഒരുപാട് ഗോഡ്സ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അവർ ജയിക്കുന്നവർക്ക് 100% ഉറപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഹെർംസിനെയും ജ്യൂസിനെയാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും മാച്ച് കാണാനായിട്ട് ഇരിക്കുകയാണ്. ഗോളും ബ്രൂണും എന്തും നടക്കുമെന്ന് അറിയാണ്ട് അവിടെ വാ വിളിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഫുൾ ഇരുട്ടാവുകയാണ്. നടുക്കിലേക്ക് മാത്രമായി ഒരു വെളിച്ചം വരുന്നു. പെട്ടെന്ന് ആ വെളിച്ചം വന്നിടത്ത് നിൽക്കുന്ന ഒരുത്തൻ പറയാണ്, അവസാനത്തെ യുദ്ധമാണ് മനുഷ്യനും ദൈവവും തമ്മിൽ എന്ന് പറഞ്ഞവൻ അല്ലറി വിളിച്ചിട്ട് നിങ്ങൾ റെഡിയല്ലേ എന്നൊരു ചോദിക്കുന്നു. സോ ഇവനാണ് കമൻട്രി. ഇവനവിടെ കിടന്ന് ഒടുക്കത്തെ കമൻട്രി അടിക്കുകയാണ്, അവസാനത്തെ മാച്ച് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് ആരാ വന്നിരിക്കുന്നത് എന്ന് നോക്കുവാണെങ്കിൽ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു ഗേറ്റിന് നേരെ ചൂണ്ടിക്കാണിക്കുന്നു. സോ ഇത് ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ആദ്യത്തെ ഒരാളാണ്. അയാളാണെങ്കിൽ ഒരു കസേരയിൽ ചുറ്റികയും പിടിച്ചിട്ടുണ്ട്. ചുറ്റിക പിടിച്ചിരിക്കണ കണ്ടിട്ട് എനിക്കൊരാളെ സംശയമുണ്ട്. എല്ലാ ദൈവങ്ങളും ആരാണ് ആ ഫൈറ്റ് ചെയ്യാൻ വന്ന ദൈവം എന്ന് നോക്കിയിരിക്കുന്നു. ആ ഫൈറ്റ് ചെയ്യാൻ വന്ന ദൈവത്തിന് ഒരു റെഡ് കളർ മുടിയൊക്കെ ഉണ്ട്. പെട്ടെന്ന് പുള്ളിക്കാരൻ അവിടെ നിന്ന് മാഞ്ഞുപോയി. ഗ്രൗണ്ടിന് പുറത്ത് വലിയൊരു നീല കളറിൽ മിന്നൽ പോലത്തെ സാധനം വന്ന് അവിടെ വന്ന് ടെലിപ്പോർട്ടായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ടെലിപ്പോർട്ടിൻ്റെ പവർ ഉണ്ടെന്ന്, നമുക്ക് കണ്ടറിയാലോ. ഇപ്പോൾ അല്ലെങ്കിൽ ആ ഗോഡ് ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ് തോർ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. സോ തോർ നമ്മുടെ മറ്റേ ആളല്ലേ? അല്ല, ഇത് വേറെ നാട്ടിലെ ആയിരിക്കണം. അപ്പം ഇനി മനുഷ്യന്മാരുടെ സൈഡിൽ നിന്ന് മാൻകൈൻഡിൽ നിന്ന് ആരാ വരുന്നതെന്ന് വെച്ചാൽ, സോടുന്ന സീൻ മാറ്റുവാണെങ്കിൽ ഒരു സാമുറായി വേഷമിട്ട ആൾ ഒരു കോടാലി പിടിച്ച് വലിയൊരു മണിക്കിട്ടായിട്ട് അടിക്കുന്നത്. ഒരു മണിക്കിട്ട് അടിക്കുന്നുണ്ട്. സോ അതേപോലെ കുറേ ഡ്രസ്സ് ഇട്ടവന്മാർ അവിടെ കിടന്ന് ഡ്രംസ് കൊട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമൻട്രി അടിക്കുന്നവൻ ഷോക്കാവാണ്. ഈ എൻ്റെ ആവാറായിട്ടും ഇവർക്ക് ഇത്ര സന്തോഷവും. പെട്ടെന്നൊരു കുതിര അങ്ങോട്ട് ഓടി വരുന്നതാണ്, അതും അതിവേഗതയിൽ. പെട്ടെന്ന് തന്നെ ഒരാളെ കാണിക്കുകയാണ്. അയാളാണെങ്കിൽ എന്തോ ചുമന്ന കളറുള്ള ഡ്രസ്സിൽ പൊതിഞ്ഞ് വെച്ചേക്കണ പോലെയാണ്. പെട്ടെന്ന് അയാളുടെ കയ്യിലുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ആ തുണിയൊക്കെ അങ്ങോട്ട് പയ്യെ മാറാനായിട്ട് തുടങ്ങുന്നുണ്ട്. അയാളുടെ പുറത്തു നിന്നും സൈഡിൽ നിന്നുള്ള എല്ലാ തുണിയും അവിടെ മാറുകയാണ്. ബാക്കിൽ നിന്ന് തന്നെ എല്ലാ തുണിയും മാറിയിട്ടുണ്ട്. സോ ആക്ച്വലി തുണി എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സോ ചൈനീസ് ഹീറോസിലെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് മാച്ചിന് എന്തെങ്കിലും. അവൻ്റെ പേരാണ് ലുബു. ലുബു. സോ ലുബു വന്നപ്പോഴേക്കും ഒരുത്തൻ കിടന്ന് കരയാണ്. എൻ്റെ ലോഡ് എന്നും പറഞ്ഞ് കിടന്ന് കരയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ആ ആൾക്കാരിൽ കൂടിയിരിക്കുന്ന ഒരാൾ പറയുന്നുണ്ട്, ബുദ്ധൻ ഞങ്ങളെ രക്ഷിക്കും. എന്താ അറിയില്ല, ദൈവമാണ് ഇവരെ ഫൈറ്റ് വിളിച്ചേക്കുന്നത്. സോ രണ്ടുപേരും തമ്മിൽ നേർക്ക് നേരെ നിൽക്കുന്നുണ്ട്. അവിടെ നമ്മുടെ റെഫറി പറയുന്നുണ്ട് ഫൈറ്റ് ബിഗിന്ന്. ഇപ്പോൾ നമ്മുടെ തോറിൻ്റെ ആ ഒരു ലുക്ക് കാണിക്കുന്നുണ്ട്, ആകെ മാറി. നമ്മുടെ ലുബു ആണെങ്കിൽ എനിക്ക് നിന്ന വഴി കൈ നീട്ടിയ വഴി ഒരു വെപ്പൺ വന്ന് കയ്യിലേക്ക് ഇരിക്കുന്നുണ്ട്. അത് പിടിച്ച് കറക്കേറി നിൽപ്പുണ്ട്. രോമൊക്കെ എനിക്ക് അങ്ങോട്ട് നിൽക്കും മോനെ. പിന്നെ രണ്ടുപേരും നേർക്ക് നേരെ നിൽക്കുന്നുണ്ട്. ഇത് ട്രൂലി മാച്ചാണ് നടക്കാൻ പോണത്. പക്ഷെ ഒരുത്തൻ മാത്രം ദൈവത്തിനെ കിടന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന്. ഇവൻ കമോണിൽ പോകുന്ന ഇവനല്ല കേട്ടോ പറയണേ, ദൈവത്തിനെ കിടന്ന് സപ്പോർട്ട് ചെയ്യണു, മരിക്കാൻ പോവാണ്. അപ്പോൾ അപ്പുറത്തേക്കാനുള്ള അറിഞ്ഞു, എടാ നമ്മൾ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ ആ പുള്ളിക്കാരൻ, നേരത്തെ കരഞ്ഞ പുള്ളിക്കാരൻ ഇച്ചിരി കൂടെ ഉറക്കത്തിൽ കരയുന്നു. ആ ഒരു മഹത്വായ യുദ്ധം ഇവിടെ തുടങ്ങുകയാണ്. അവരടുത്തുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കൂ? അയ്യോ, അവരടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അടുത്ത് എല്ലാവരും ഒരുമാതിരി ചീറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ. രണ്ടുപേരുടെ ദേഹത്തിന് ഒരുമാതിരി ഓറ പ്രൊഡ്യൂസാണ്. വിത്തിൻ സെക്കൻഡ്സിൽ ലുബു ഏറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് നമ്മുടെ തോർ അത് ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. ലുബുവിടെ നിന്ന് കൈമാറ്റിയതും തോർ ഇച്ചിരി ബാക്കിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലുബു ചാടി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കാരണം അധികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറച്ച് സീൻസൊക്കെ ഉണ്ട്. ഇച്ചിരി ലേറ്റായിട്ടാണ് ഫൈറ്റ് തുടങ്ങിയതെങ്കിലും ഇനി അങ്ങോട്ട് ഫുൾ ഫൈറ്റാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.